ബിജെപി ഭരിക്കുന്ന മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ വസതിയിലേക്ക് കർഷകരുടെ മാർച്ച്. ഈ ടോക്കൺ സംവിധാനം പിൻവലിക്കണം, പയർവർഗ്ഗ വിളകൾ സർക്കാർ പൂർണ്ണമായി സംരക്ഷിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. ആയിരക്കണക്കിന് കർഷകർ അണിനിരന്ന മാർച്ചിനെ നേരിടാൻ വൻ സുരക്ഷാ വിന്യാസമാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഭക്ഷണ സാധനങ്ങളും ചുരുട്ടിവച്ച കിടക്കകളുമായി ആയിരക്കണക്കിന് കർഷകരാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ വസതിയിലേക്ക് പ്രതിഷേധിക്കുന്നത്. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് 2000-ലധികം കർഷകർ ഇതിനോടകം തന്നെ നഗരത്തിലേക്ക് പ്രവേശിച്ചു. വിളകളും വളവും സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി നടപ്പാക്കിയിരിക്കുന്ന ഈ ടോക്കൺ സംവിധാനം പിൻവലിക്കണമെന്നും പയർവർഗ്ഗ വിളകൾ സർക്കാർ പൂർണ്ണമായി സംഭരിക്കണമെന്നുമാണ് കർഷകരുടെ പ്രധാന ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ നർമ്മദാപുരം ജില്ലയിൽ നിന്ന് തിങ്കളാഴ്ച ആരംഭിച്ച മാർച്ചിൽ പങ്കെടുത്ത കർഷകർ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും കരുതിയാണ് യാത്ര തുടങ്ങിയത്. റോഡരികിൽ തന്നെ ഭക്ഷണം പാകം ചെയ്തും വിശ്രമിച്ചുമാണ് സമരം മുന്നോട്ടു പോകുന്നത്. യുവജനങ്ങളുടെ ശ്രദ്ധേയമായ പിന്തുണയും പ്രതിഷേധത്തിന് ലഭിക്കുന്നുണ്ട്. അതേസമയം കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി സംയുക്ത സമരസാധ്യതകൾ ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള സവർക്കർ പാലത്തിന് സമീപം തമ്പടിച്ചിരുന്ന കർഷകരുമായി സർക്കാർ നടത്തിയ ആദ്യഘട്ട ചർച്ചകൾ ഫലം കണ്ടില്ല. തുടർന്നാണ് പ്രതിഷേധം കൂടുതൽ ശക്തമായത്. പ്രശ്നപരിഹാരത്തിനായി മന്ത്രിമാരടങ്ങിയ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ വിശദീകരണം. കർഷകരെ തടയാൻ വൻ സുരക്ഷാ വിന്യാസമാണ് മധ്യപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.